ഹായ് ഗൈസ്, ഫിഷിംഗ് വേൾഡ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊന്തൊക്കെ വെച്ചിട്ട് മീൻ പിടിക്കാമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കരിമീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെയിൻ ട്രിക്കാണ്. കാരണം പലരും കാണാത്തൊരു ട്രിക്കാണ്. കാരണം പഴയ കാലങ്ങളിൽ ചെയ്തു വന്നിരുന്ന ഒരു മീൻപിടുത്ത രീതിയാണ്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ കാലങ്ങളിൽ അങ്ങനെ കണ്ടുവരുന്നില്ല. കുറച്ച് ആളുകൾക്ക് മാത്രമേ ഈ രീതി അറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളടുത്ത് നമ്മൾ പോയിട്ട് നല്ല അടിപൊളിയായിട്ടൊരു ഫിഷിങ്ങാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ നമ്മൾ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടില്ല. നമ്മളെ ഷിയാബിൻ്റെ അടുത്താണ് നമ്മൾ പോകുന്നത്. നമ്മളെ കൂട്ടുകാരനാണ്. അപ്പോൾ നമുക്കറിയാത്തൊരു മെത്തേഡാണ്. അപ്പോൾ ഇങ്ങനൊരു പരിപാടി ഉണ്ട്, ഇങ്ങനെയൊക്കെ മീൻ പിടിക്കുന്ന രീതി ഉണ്ട് എന്നൊക്കെ അവൻ പറഞ്ഞേക്കാം. അപ്പോൾ എന്തുകൊണ്ട് നമുക്കത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൂടാ? അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം നല്ലൊരു അടിപൊളിയാണ്. കാരണം ഇന്ന് മീനും കിട്ടി കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഈ ഇൻട്രോ എടുക്കുന്നത് മീൻ കിട്ടിയതിനൊക്കെ ശേഷം നമ്മൾ എഡിറ്റിങ് കുറച്ചൊക്കെ ആയതിന് ശേഷമാണ് നമ്മൾ ഈ ഇൻട്രോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ സംഭവം അടിപൊളി പരിപാടിയാണ്. അയ്യവാ, അടിപൊളി കരിമീൻ അല്ലേ, നല്ല സൈസ് കരിമീൻ കേട്ടോ, കണ്ടോ? അയ്യവാ വന്നതാണ്. അയ്യവാ, അത് അടിപൊളി സിലോപ്പി കേട്ടോ. ഗൈസ് പോയി ഗൈസ്, ചത്തിട്ടില്ല കേട്ടോ സാധനങ്ങള്. ഇതെങ്ങനെ ചേറുള്ളടുത്ത കുത്തിവെക്ക? മണല് പൂന്തിപ്പോവൂലേ? ഇത് അത്തിയുടെ അല്ലേ? അത്തിയുടെ. അപ്പം നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് തിരഞ്ഞെടുക്കണമെന്ന് വെച്ചാൽ നല്ല ചേറ് ഇല്ലാത്ത, അതുപോലെ തന്നെ മണൽ വന്ന് കൂടിയിട്ടുള്ള, പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്മളൊരു അരക്ക് കുണ്ടുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. അതിൻ്റെ അപ്പുറത്ത് നല്ല കുണ്ടുള്ള ഭാഗങ്ങളായിരിക്കണം. കാരണം അവിടെ നിന്നാണ് കരിമീൻ ഇങ്ങോട്ട് കയറി വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് അത്തി മുറിച്ച് കൊണ്ടുവരുന്നതും ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. റൗണ്ട് ചെയ്ത് വെക്കും അല്ലേ? അപ്പോൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കണതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന മീൻ പെട്ടെന്ന് പുറത്തോട്ട് പോകാനുള്ള ചാൻസ് വളരെ കുറവാകും. കാരണം ഇത് അതിൻ്റെ ഒരു താവളാണ്, അതിന് പറ്റിയൊരു ഇടമാണ് എന്നുള്ളൊരു ലെവലിൽ ആ പൊന്തയിൽ വേറെ പെട്ടെന്ന് എന്ത് പ്രശ്നം വന്നാലും അതിൽ ഒളിക്കാൻ മാത്രമേ ഉള്ളൂ മീൻ ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ പുറത്തേക്ക് മണ്ടി പോകാൻ വളരെ ചാൻസ് കുറവാണ്. പിന്നെ ഈ അത്തിയുടെ കൊമ്പ് മാത്രം നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ വല വീശുമ്പോൾ തന്നെ അത് ഒരിക്കലും വലയിൽ കുടുങ്ങാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഗൈസ്, നമ്മളെ അത്തിക്കൊമ്പ് നമ്മൾ വെള്ളത്തിൽ കുത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത പരിപാടി പറഞ്ഞാൽ നമ്മൾ തീറ്റ കവറിലാക്കിയിട്ട് ജസ്റ്റ് ചെറിയ ഹോൾ വെച്ചിട്ട് അതിലിട്ട് വെക്കണം. എന്നാലേ ഉള്ളൂ മീൻ ആ ഭാഗത്തേക്ക് ഓടി വരത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഫീഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെല്ലറ്റ് മിക്സിങ്ങും പിന്നെ അതേപോലെ അരി വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ നല്ല സ്മെല്ലുണ്ടാവും. മീൻ ജസ്റ്റ് ഒന്ന് വന്ന് കൂടാൻ വേണ്ടിയിട്ടാണ് കണ്ട് ഇങ്ങനെ എറിയുന്നത്. എന്നാൽ ആ ഭാഗത്തേക്ക് നല്ല മീൻ വരും. നമ്മളവിടെ കെട്ടിയിടുകയാണ്. മീൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവിടെ ഒരു കവറിലാക്കിയിട്ടോ എന്തെങ്കിലും ജസ്റ്റ് ചെറിയൊരു ഹോളും കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ട് വല്ലാതെ ഫിഷ് ഫീഡ് നിന്ന് ഒറ്റയടിക്ക് പോവില്ല. ആ ഒരു രീതിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, ചെറുതായിട്ട് കവറ് ഇതാക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു 8 മണിയായിട്ടുണ്ട്.
നമ്മൾ വീശാൻ വേണ്ടി പോകണേ, എങ്ങനെയാവുമെന്തോ. അപ്പം അവിടെ ഏകദേശം മീനൊക്കെ കൂടിയിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ പൊന്ത. നമ്മൾ വല്ലാതെ ഒച്ചയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ വല്ലാതെ അവിടേക്ക് ആളനക്കം കൊടുക്കാതെ, കാരണം ആ പൊന്തിയിൽ അവിടെ മീൻ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിവിടുന്ന് അനക്കം വന്നാൽ മീൻ അവിടുന്ന് പോവും. അപ്പോൾ നമ്മൾ വല്ലാതെ അനങ്ങാതെ വീശുകയാണ് ചെയ്യുന്നത്. നമ്മൾ വീശിക്കഴിഞ്ഞാൽ വേഗം വല അടി ഒപ്പാക്കണം. കാരണം എന്തെങ്കിലും പൊങ്ങി നിൽക്കണമെങ്കിൽ അതിലൂടെ മീൻ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് അടി ലെവലാക്കി വേണ്ട. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യണം, കാരണം അല്ലെങ്കിൽ മീൻ മിസ്സാവും. അടിയിൽ ചെറിയ ഗ്യാപ്പ് വന്നാൽ അതിലൂടെ മീൻ മിസ്സാവാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ കണ്ടോ, ജസ്റ്റ് വല പൊക്കിയിട്ട് നമ്മൾ നമ്മുടെ അത്തിയുടെ കൊമ്പുകൾ നമ്മൾ മെല്ലെ മെല്ലെ ഊരിയെടുക്കണം. വല്ലാതെ ആളനക്കല്ലാതെ എടുക്കണം. നമ്മൾ ഇതിനായി തിരഞ്ഞെടുക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ ഈ നമ്മളിപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ടൈം ഏകദേശം ഒരു രാവിലെ 8 മണിയുടെ ഉള്ളിലുള്ള സമയം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വൈകുന്നേരം ഒരു ഇരുട്ട് ആകുന്ന സമയത്ത്, കാരണം ഏകദേശം ഒരു 4-5 മണിക്കൊക്കെ തീറ്റ ഇട്ടിട്ട് പിന്നെ ഇരുട്ടുന്ന സമയത്ത് നമ്മൾ വീശാൻ നന്നായിട്ട് മീൻ കിട്ടും. അപ്പോൾ ബെസ്റ്റ് ടൈം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ള ടൈമുകളാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പ് ഒരു വല വീശി കുറച്ച് നേരത്തെ നമ്മൾ വേറൊരു വല വീശി അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ മീനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് കാണിക്കാം. ഉണ്ടാവുകൊണ്ട് മീൻ നല്ല ഉണ്ടാവും. നമ്മൾ ഇത്ര ഒന്നും ഇടാറില്ല, പക്ഷേ എന്താ വെച്ചാൽ ഇങ്ങനെ ഇടാൻ കാരണം കൂടുതൽ മീൻ വന്ന് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇത്ര തോനെ അത്തിയിട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്ര അത്തിയിട്ടതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ മീൻ വന്ന് നിൽക്കാനും അതേമാതിരി വന്ന മീൻ പെട്ടെന്ന് പോവാതിരിക്കാനുള്ള ഒരു ഇതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്ര അത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ നമ്മൾ അത്തി എടുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് അതിൽ കുറച്ച് ഇലകൾ മാത്രം ആയി മാറും. നമ്മൾ ആ കൊമ്പ് മാത്രം ജസ്റ്റ് ഒന്ന് എടുത്ത് ഒഴിവാക്കാം. പിന്നെ ലാസ്റ്റ് ഇല നമ്മൾ വല എടുത്ത് അതിന് ശേഷമാണ് നമ്മൾ ക്ലിയർ ചെയ്യുക. ഇവിടെ കൊണ്ട് അമ്മയല്ലേ? വല എങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരിക മെല്ലെ മെല്ലെ? മീനുണ്ടെങ്കിൽ മീനുള്ളതിനനുസരിച്ച് തപ്പിയെടുക്കൂലേ?
ഇപ്പം നമ്മൾ തപ്പിയും കൊണ്ടിരിക്കണേ. മീൻ തടഞ്ഞിക്കണില്ലേ? മീനുണ്ട്. മീനുണ്ടോ? പിന്നെ ഉണ്ടല്ലേ, തടീനുണ്ടല്ലേ? കല്ലിന്റെ അടിയിലാ? തപ്പിയെടുക്കണം. വല അണ്ടിപ്പൊരിക്കല്ലേ? പൊക്ക് കാണിച്ചു കൊടുക്കേ. കണ്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് കരിമീൻ കേട്ടോ. ഓക്കെ. ഇത് നമ്മൾ വലയിൽ കൂടെ നടക്കുന്ന ടൈമിൽ മീന് ഡാമേജ് വരില്ലേ കുറേയൊക്കെ? അങ്ങനെ കുറേ ചാവൂലേ? അയ്യവാ, അടിപൊളി കരിമീനില്ലേ? നല്ല സൈസ് കരിമീൻ കേട്ടോ. കണ്ടോ? അയ്യവാ, ഇതാണ്ടോ ഇത് അടുത്ത കരിമീൻ. കരിമീൻ ഉണ്ടില്ല എന്നാ അത്യാവശ്യം. നമ്മൾ കരുതിയില്ലേറെ. നമ്മൾ ഫസ്റ്റ് വല ഇട്ടോ. അത് അവിടെ നമ്മൾ ഇന്നലെ വൈകുന്നേരം ഇട്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് കറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ നല്ല മീൻ കിട്ടുന്നുണ്ട് ഇവിടെ അങ്ങനെ പറയുന്ന കേട്ട് പോകുന്നതാണ്. അയ്യവാ, അത് അടിപൊളി സിലോപ്പി ഇട്ടോ. ഗെയ്സ് പോയി ഗെയ്സ്, ഒരു മീൻ പോയി, നല്ലൊരു മീൻ പോയിട്ടോ. സംഭവം വിഷയമല്ല, അമ്മക്ക് തന്നെ ഉള്ളതാണ് ഇല്ലേ? ഇനി അമ്മക്ക് തന്നെ വരും. നമ്മൾ പോയിനെ കുറിച്ചിട്ട് ഏതിച്ചിട്ടൊരു കാര്യമില്ല. പക്ഷെ വീഡിയോക്ക് ഒന്ന് പോസ്റ്റ് ചെയ്തന്നൂല്ലേ? എന്താ പറയാ, അവിടെ പോയി ഒരു പോക്ക്. അതിനുണ്ടാവൂല ജീവിച്ചുള്ള കൊതിയില്ലേ? അയ്യവ, നല്ല അടിപൊളി ഒരു കരിമീൻ കേട്ടോ. നമുക്ക് കാര്യമായിട്ട് വേണ്ടത് കരിമീൻ തന്നെയാണ്. അത് കിട്ടണുണ്ട്. ഉണ്ടോ അഞ്ഞും സാധനം ഉണ്ടല്ലേ? കല്ലിന്റെ അടിയിലാ? തപ്പി എടുക്കണം. അവരെ ഇടങ്ങാറുള്ളൂ അല്ലേ? ഈ ഒരു മീൻ പിടുത്ത രീതി ഇപ്പോ അധികം അങ്ങനെ ആരും ചെയ്യണില്ല അല്ലേ? കാരണം ഇത് പരമ്പരാഗതമായിട്ടുള്ള കൊറേ മുമ്പേ എന്നൊക്കെ പറയാല്ലേ, നമ്മുടെ കാരണവന്മാരൊക്കെ ചെയ്ത് തന്നിരുന്നൊരു മീൻ പിടുത്ത രീതിയാണല്ലോ ഇത്. ഇപ്പൊ അധികം ആൾക്കാർ അങ്ങനെ ചെയ്യണില്ലല്ലോ ഇത്. ആ, കാരണം അത് കുറച്ച് അതിന്റെ ആ മെത്തേഡ് ഒന്ന് മനസ്സിലാക്കി എടുക്കണം അല്ലേ? മുള്ളോ? അയ്യവ, ഇതാട്ടോ നെക്സ്റ്റ് വൺ. ഓക്കെ, കിട്ടിയ മീൻ പോവാതിരുന്ന മയിലേ. നമ്മൾ എടുക്കണീൻ്റെ ഇടയിൽ നമുക്ക് ചിലപ്പോൾ നിർഭാഗ്യശാല നമ്മൾക്ക് കുറേ മീൻ മിസ്സാവുകയൊക്കെ ചെയ്യും. അയ്യവ, കരിമീൻ, നെക്സ്റ്റ് കരിമീൻ. ആ,
ഇതാട്ടോ നെക്സ്റ്റ് കരിമീൻ്റെ ഒരു ചാകരനെ കേട്ടോ. ഇതാണ് നമ്മളിവിടെ അണ്ടിപ്പൊരിക്കുന്നൊക്കെ പറയണ ഐറ്റം കേട്ടോ. അത് കാര്യമായിട്ട് കരിമീനായിരുന്നു. പിന്നെ നല്ലൊരു സിലോപ്പി ഉണ്ടായിരുന്നു, അത് പോയി. ഇനിയിപ്പോൾ കരിമീൻ തന്നെയാണ് കാര്യമായിട്ട് കിട്ടണത്. മീനുണ്ടോ ചെറുതാ? ചെറിയ ഗ്യാപ്പുകളാണ്. നെക്സ്റ്റ് 2 ഒപ്പൊക്കെ കയറി പോരുന്നത് ചെറുതാണ്, വലിയ വലിപ്പമില്ലാത്തതാണ്. ഇനി വലണ്ട് കൂട്ടി അല്ലേ? അപ്പോൾ ലാസ്റ്റ് അടിയെ ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ? ഇനി വലണ്ട് കൂട്ടിയെടുത്താൽ മതി. വലുതൊക്കെ പോന്നിട്ടുണ്ടാവും അല്ലേ? ഉണ്ടാവുക ചെറുതേ ഉള്ളൂ. കൂട്ടീനെ എടുക്കാണ് അല്ലേ? ലാസ്റ്റ് നമ്മൾ വലയുടെ അടി ഏകദേശമൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി അങ്ങനെ തന്നെ എടുത്താൽ മതി. ഏകദേശം മീനൊക്കെ നമ്മൾ പിടിച്ച് കഴിഞ്ഞു കേട്ടോ. മീൻ ഇനി അതിൽ മീനില്ല കേട്ടോ. മീനിപ്പോൾ ഏകദേശം നമ്മൾ പിടിച്ച് കഴിഞ്ഞു. ഇനി അതിൽ മീനൊന്നുമില്ല എന്തായാലും. ഉണ്ടോ? ചത്തിട്ടില്ല കേട്ടോ സാധനങ്ങൾ. നമുക്കിത് ഏകദേശം 2 വലയിൽ നിന്ന് കിട്ടിയതാണ്. ഫസ്റ്റ് വലയത്തെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. കണ്ടോ എത്രത്തോളം മീൻ കിട്ടിയിരിക്കുന്നത്, അടിപൊളിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കാരണം ഒരുപാട് ഒരു വ്യത്യസ്തമാർന്ന മീൻപിടുത്തമാണിത്. അപ്പോൾ ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നോക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും ബൈ.